കണ്ടോ, വെറും ഇത് മാത്രം വെച്ച് കണ്ടോ വർക്കാവുന്നുണ്ട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ കുറച്ച് ദിവസം മുന്നായിട്ട് നമ്മൾ ആമസോണിൽ നിന്നായിട്ട് ഒരു വയർലെസ് ഹെഡ്ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വയർലെസ് ഹെഡ്ഫോൺ ഏകദേശം ഒരു 2 മാസത്തോളം ഉപയോഗിച്ചപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള സ്പീക്കറാണ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വയർ വിട്ടു പോകുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ തോന്നി, നമുക്ക് ഇതിലോട്ടായിട്ട് ഇത്രയും വലിപ്പമുള്ള സ്പീക്കർ കാണാനൊക്കെ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാമെന്നുള്ള കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, പിന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര സമയം വർക്ക് ചെയ്യുന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ, ജസ്റ്റ് ഈ രീതിയിലുള്ള ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് ജസ്റ്റ് ഇത്രയും വലിപ്പമുള്ള സ്പീക്കർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ വാങ്ങിയതിന് ശേഷം ഏകദേശം നമുക്ക് 2 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. 2 മാസത്തോളം ആയപ്പോൾ തന്നെ ജസ്റ്റ് അതിന് സ്പീക്കറുകൾക്ക് ഇന്ന് വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി സ്പീക്കർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വല്ലാതെ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു സ്പീക്കറാണ്. അപ്പോൾ ജസ്റ്റ് മുകളിലൊക്കെ ആയിട്ട് ചെറിയ വലിയ പൊടിയും കാണുക കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള സ്പീക്കറായിരുന്നു. പിന്നെ സോണിയുടെ സ്പീക്കറാണിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പീക്കറാണിത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്പീക്കറിൻ്റെ 2 വയറുകളൊന്ന് സോൾഡർ ചെയ്തെടുക്കണ്ടോ. ഒരുപാട് കാലം മുന്നേ യൂസ് ചെയ്തായിരുന്നു. നമ്മൾ ഒരു വീഡിയോക്ക് വേണ്ടിയാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വയറുകളൊക്കെ ഒന്ന് സോൾഡർ ചെയ്തുകൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂടൂത്തിന് ഇയർഫോൺ ആയിട്ട് നമ്മൾ സ്പീക്കറിൻ്റെ 2 വയറൊന്ന് സോൾഡർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് ഇത് വരുന്നതാണ്. നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഇയർഫോൺ ആണ് സംഭവം വർക്ക് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇവിടുത്തെ സ്പീക്കർ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം, ഓൺ ചെയ്യാണ്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മുടെ ഇയർഫോൺ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം വർക്കിംഗ് ആണ്, പക്ഷേ ഇവിടുത്തെ സ്പീക്കർ പോയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സ്പീക്കറിലോടുത്ത് നമ്മൾ ഇത്രയും വലിയ സ്പീക്കർ വെച്ച് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ഇതാണ്. സംഭവം വർക്ക് ചെയ്തില്ല നമുക്കറിയാം, ജസ്റ്റ് ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലോട്ടായിട്ട് മറ്റ് സ്പീക്കറോടെ കണക്ട് ചെയ്യാണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു സ്പീക്കറാണ് ഈ ഒരു സ്പീക്കർ പറഞ്ഞാൽ. നമ്മൾ ഈ സ്പീക്കർ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കണം. പിന്നെ അതേപോലെ മറ്റേ അതിനും കുറച്ചുകൂടി ചെറിയൊരു സ്പീക്കറാണ് ഈ സ്പീക്കർ പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ബ്ലൂടൂത്തിൻ്റെ ചെറിയ സ്പീക്കറൊക്കെ നമുക്ക് വലിയ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ചെറിയ സ്പീക്കർ വർക്ക് ചെയ്യുന്നത് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ആദ്യം വലിയ സ്പീക്കർ നോക്കണം. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടിയാണ് അതിൻ്റെ വയറുകളൊന്ന് സോൾഡർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ 2 വയറുകൾ അതായിട്ടൊന്ന് സോൾഡർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് പറയേണ്ടതില്ല, സാധാരണ പോലെ തന്നെ ജസ്റ്റ് സോൾഡർ ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് സംഭവം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ആണെന്ന് ഓണാക്കി കൊടുത്ത് നോക്കണം. സംഭവം വരുന്നുണ്ടോ നോക്കാം. ഇത് ഓണാകുന്ന സമയത്ത് ചെറിയ ശബ്ദം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ശബ്ദം വരുന്നുണ്ടോ കാര്യമെന്ന് നോക്കാം. ഓണാക്കി കൊടുക്കാം കേട്ടോ. ഓണായിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ സംഭവം ഓണായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് മൊബൈലൊക്കെ കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്രത്തോളം സംഭവം ഓണാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. പിന്നെ എത്ര സമയം കഴിഞ്ഞാലാണ് ബാറ്ററി തീരുന്നുള്ള കണക്ക് ചെക്ക് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്ലൂടൂത്തിന് ഇയർഫോൺ വെച്ചാണ് നമ്മൾ ഇത്രയും വലിപ്പമുള്ള സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. എത്രത്തോളം ശബ്ദങ്ങൾ വരുന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് മൊബൈലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കാര്യം നമ്മൾ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ബ്ലൂടൂത്ത് ആണെന്ന് ഓണാക്കി നോക്കാൻ പോവുകയാണ്. അപ്പം ബ്ലൂടൂത്ത് ഓണാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ P47 എന്നുള്ളതാണ്. കണക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പയർ കൊടുത്ത് നോക്കാം. കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 70% ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം 70% ചാർജ് ഉണ്ട്. നമ്മൾ സാധാരണയായിട്ട് വെറും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇയർഫോൺ വെച്ചാണ് നമ്മൾ ഇത്രയും വലിയ സ്പീക്കർ ആണെങ്കിൽ ഓണാക്കി നോക്കാണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് ജസ്റ്റ് ഒരു യൂട്യൂബിൽ നിന്ന് പാട്ട് ഞാൻ ഇട്ട് നോക്കാം. ജസ്റ്റ് NCSൻ്റെ എന്തെങ്കിലും സോങ് ഞാൻ ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് ഈ മ്യൂസിക് ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ ഓണാക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്ട് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, വെറും ഇത് മാത്രം വെച്ച് കണ്ടോ വർക്കാവുന്നുണ്ട്. അടുത്ത സോങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് ഇത് ഇമോഷണൽ ഗീസ് എന്താ നമ്മൾ സെറ്റ് ചെയ്യണം ഗൈസ്. കണ്ടോ, നമ്മൾ സാധാരണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇയർഫോൺ വെച്ചാണ് ഇത്രയും വലിയ സ്പീക്കർ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്.
സംഭവം അടിപൊളിയായിട്ട് ഗൈസ് കണ്ടോ, സംഭവം അടിപൊളിയായിട്ട് നമ്മൾ ഒരിക്കലും ഇത്രയും വിചാരിച്ചില്ലായിരുന്നു. പിന്നെ ഏകദേശം നമുക്ക് സമയം ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത്രയും സ്പീക്കർ നമുക്ക് എത്രത്തോളം ശബ്ദം കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഏകദേശം ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് മനസ്സിലായി. നമ്മൾ ഈ കേൾക്കുന്ന ശബ്ദം നല്ലത് നേരിക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന അതിനൊരു പരിമിതി ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട്, ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തോളം നല്ല രീതി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം എടുത്ത സമയത്ത് ഇതിൽ ഏകദേശം 70% ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ച് ഏകദേശം അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേന് അത് ഏകദേശം 15% ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത്രത്തോളം ഇന്നത്തെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല വെറൈറ്റി വീഡിയോ കാണാനായിരിക്കും. ഗുഡ് ബൈ. സംഭവം അടിപൊളിയല്ലേ.